ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ ദിവസമായി മോർണിംഗ് വാക്കിന് പോയിട്ട്. അപ്പോൾ എൻ്റെ മക്കൾ നല്ല ഉറക്കമാണ്. ഞാൻ ഇന്ന് രാവിലെ 5:25 എണീറ്റത്. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ ഒരാൾ വാതിലിൻ്റെ പുറത്തേക്ക് പോയി. അയാൾ എന്നെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ ആരല്ല, നമ്മളുടെ കുട്ടിക്കുട്ടനാണ്. രാവിലത്തെ മൂത്രമൊഴിക്കൽ അപ്പിടലൊക്കെ കഴിഞ്ഞ് എന്നെയും കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരുന്ന അവനകത്തേക്ക് ചാടിക്കയറി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒപ്പം തന്നെ പുറത്തേക്ക് ചാടി ഇറങ്ങി. രാവിലെ തന്നെ നടയിലെ ലൈറ്റൊക്കെ കത്തിച്ച അമ്മ രാവിലത്തെ അടുക്കള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 5:56 ആയിട്ട് രാവിലെ വാതിൽ തുറന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയുണ്ട്. വെട്ടൊക്കെ വന്നു. രാവിലത്തെ പുറത്ത് കാഴ്ചയാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന കാഴ്ചയാണ് ഇത്. അപ്പോൾ ഞാൻ ഷൂസൊക്കെ ഇട്ട് റെഡിയായി ഇരിക്കുകയാണ്. ഷൂസ് ഇട്ടുന്ന വീഡിയോ ഞാൻ അതിന് ശേഷമാണ് ഇട്ടത്. ഷൂസൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ കസിൻ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചേച്ചി എൻ്റെ കൂടെ വാക്കിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി വന്ന ഉടനെ തന്നെ ഞങ്ങൾ പുറത്ത് പോകുന്നതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ അവിടെ മൂണിരിക്കുന്നു. മൂൺ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും ക്യാപ്ചർ ചെയ്തു. അപ്പം അങ്ങനെ ചേച്ചി വന്നു. അപ്പോൾ ഞങ്ങളുടെ വാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ വഴി. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് വെളി ഗ്രൗണ്ടിലേക്കാണ്. അവിടെ ചെന്നാണ് ഒരു 3 റൗണ്ട് എടുക്കും. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരും. ഇതാണ് എൻ്റെ ചേച്ചി. അപ്പോൾ ഇത് ഈ ഗ്രൗണ്ടിനകത്താണ് ഞങ്ങൾ നടക്കുന്നത്. കുറേ പേരുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് പോവില്ല, വല്ലപ്പോഴൊക്കെ പോയി. മടിയാണ് കൂടുതൽ. ഇവിടെ കുറേ ഒരുപാട് പ്രായമുള്ളവരും നമ്മളുടെ പ്രായമുള്ളവരും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും നടക്കാൻ വരുന്നത് ഞാൻ കാണാറുണ്ട്. രാവിലെയും വൈകുന്നേരം ഇവിടെ നടക്കാൻ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഗ്രൗണ്ടിൽ കുറേ പിള്ളേർ ഫുട്ബോൾ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും ഇവിടെയൊക്കെ വീഡിയോ എടുക്കണമല്ലോ. എപ്പോഴാണ് പറ്റിയത്? ഞാൻ വാക്കിങ് കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചെത്തി. അങ്ങനെ അപ്പം ഞാൻ എൻ്റെ മീൻകുട്ടന്മാരെ നോക്കാൻ വേണ്ടി, ഇതൊരു അമ്പലക്കുളമാണ്, ഇതുവരെ പോയിട്ടിട്ടില്ല. ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട് അത് വാങ്ങിച്ചു വെച്ചിട്ട്. അടുത്ത എൻ്റെ ഒരു ഫൈറ്ററും കുറച്ച് ഏഞ്ചൽസ് ഉള്ള ഒരു കുളമാണ്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഡോളിക്കുട്ടനാണ്. ഞങ്ങളുടെ ഡോളി എന്ന് പറയുന്നത് ഡാഷാണ്. അപ്പോൾ അവൻ ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. രാത്രിത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇറങ്ങുക. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരാളെ കാണില്ലല്ലോ. കുറേ നേരം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കാണാണ്ടായതിന് ശേഷം ഞാൻ ചെരുപ്പൊക്കെ ഊരി വെച്ചതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയപ്പോൾ ദേ ഓടി വന്നിരിക്കണം. ഞാൻ വാതിലുറക്കാൻ പിള്ളേരുടെ അടുത്തേക്ക് കയറി വാതിലുറക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നതാണ്. അവൻ്റെ സൗണ്ട് കേട്ടത് ആ കുഞ്ഞച്ചക്കൻ എഴുന്നേറ്റ് വന്നു. നോക്കിയപ്പോഴത്തേക്ക് എന്താ അവിടെ തന്നെ എഴുന്നേറ്റ് വരുന്നു, ഈ കണ്ണുതിരി വരുന്നു. അങ്ങനെ അവനെ എണീറ്റ് അവൻ കുറച്ച് നേരം എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ കുറച്ച് നേരം കട്ടിലിൻ്റെ ഏറ്റവും വന്ന് കിടക്കും. അങ്ങനെ കുറേ നേരം കിടന്നു. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ആളെ കണ്ണെടുത്തിന് വേണ്ടിയിട്ട് വരാനുണ്ടാവും. എന്താണമ്മേ ലൈറ്റ് ഇട്ടത്? അങ്ങനെ ചോദിച്ചു. കുക്കി എന്താണമ്മ എന്നെ എണീപ്പിച്ചത്? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അതേ കുക്കീനെ കണ്ട് പിന്നെ കുക്കീനായിട്ട് കുറേ നേരം അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് അതിനെ കളിപ്പിച്ച് അതിന് ശേഷം ആൾ എഴുന്നേറ്റ് വരും. അതിൻ്റെ കൂടെ തന്നെ അവൾ എണീറ്റ് വന്നിട്ടാണ് ഞങ്ങൾ ലൈറ്റ് ഇട്ടത്. ചില സമയം ഞങ്ങൾ ലൈറ്റ് ഇടാറില്ല, മിണ്ടാതെ പതിയെ എഴുന്നേറ്റ് അവളെ എണീപ്പിക്കാറ്. ആദ്യം ആരാ എഴുന്നേറ്റ് അവരെ മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോവാൻ പതിവ്. എന്നിപ്പോൾ വീഡിയോ എടുക്കണോണ്ടിട്ട് ഞാൻ അവളും കൂടി എഴുന്നേറ്റോട്ടെ, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ലൈറ്റ് ഇട്ട് സെറ്റാക്കി എത്തിയപ്പോഴത്തേക്കും ആളും റെഡിയായി. 2 പേരും കൂടി കുക്കിനെ കളിപ്പിച്ച് സെറ്റാക്കി. പിന്നെ രാത്രി വിരിക്കുന്ന പോലെ ആയിരിക്കില്ല ബെഡ് വിരി എന്തായാലും ഉണ്ട്. അവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി തലയും കുത്തി. ചില സമയം ആദ്യമൊക്കെ തലയും കുത്തിച്ച് ഇരിക്കും കിടക്കണം. അറിയപ്പനാണെങ്കിൽ അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് ചിലപ്പോൾ നിലത്ത് വീണിട്ടായിരിക്കും ഞാൻ അറിയണത് അവൻ നിലത്ത് വീണെന്ന്. എല്ലാവരുടെ വീട്ടിൽ ഇതൊക്കെ തന്നെ സ്ഥിതിയെന്ന് എനിക്കറിയാം. അപ്പോൾ കൂടുതലും ഒരു മറിയുമ്പോഴത്തേക്കും ഞാൻ അറിയാം. കൂടുതൽ ക്ഷീണമാണെങ്കിൽ മാത്രമാണ് ഇവൻ മറിഞ്ഞ് ചില സമയം കാലിൻ്റെ അടുത്ത് കൂടിയൊക്കെ വന്ന് മറിഞ്ഞ വെള്ളമെടുത്തും കിടക്കും. അത് എനിക്ക് പിടിക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കുക്കിങ്ങിനെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നത്. പിന്നെ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശക്കുള്ള മാവെല്ലാം അരച്ച് അമ്മ ഇഡ്ഡലിയാണ് സെറ്റാക്കി. ഇഡ്ഡലി നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കുന്ന ദോശയാണ് എനിക്ക് ഇഷ്ടം. ദോശ നെയ് റോസ്റ്റ് പോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുക്കിനായിട്ട് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പല്ലൊക്കെ തേച്ചിട്ടാണ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം
കുക്കിൻ്റെ കൂടെ ഇരിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആബിക്ക് അതൊരു ശീലമാണ്. കുറേ നേരം കുക്കിയുടെ കൂടെ ഇരുന്ന് കളിച്ചതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ അടുക്കളയിലൊക്കെ എത്തി. അപ്പോൾ അത് ദോശമാവ് ഇവിടെ റെഡിയാണ്. ദോശ ചൂടാനുള്ള ചട്ടിയും ഞാൻ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റയോപ്പന് പല്ലേക്കാൻ വേണ്ടിയിട്ട് നേരെ അവൻ പല്ലച്ചതിന് ശേഷം മാത്രമേ ഫുഡ് കയറുള്ളൂ. എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആബി ചെറുതിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പല്ലേക്കുള്ളായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ആൾ ഗുഡ് ഗേളാണ്. രാവിലെ തന്നെ പേപ്പറും ക്രയോൺസും പെൻസിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആളുടെ മെയിൻ പരിപാടി ഡ്രോയിങ് ആണ്. അപ്പം അമ്മ ഉണ്ടാക്കി വെച്ച ദോശ അവിടെ ഉണ്ടല്ലോ, ഇനി അമ്മ വേറെ ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇത് കൂടി കഴിക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ദോശ ഉള്ളൂ പോലെ വേറെ അമ്മ ഉണ്ടാക്കി തരാം. ഇഡ്ഡലിയൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, സാമ്പാറും. അപ്പോൾ അവനെ ഞാൻ പല്ലപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോട്ടെ. അങ്ങനെ അവൻ അടുക്കളയിൽ വന്ന് ഈ സ്ലാവിൻ്റെ പുറത്ത് കയറ്റിയാണ് അവൻ ഇരുത്തേണ്ടത്. അവിടെ ഇരുത്തിയതിന് ശേഷം മാത്രമേ ആൾ പല്ലേക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ കാലവിടെ അടിച്ചുകൊണ്ട് അങ്ങനെ കാലൊക്കെ തൂത്ത് കൊടുത്ത് കയ്യിലേക്ക് അവൻ്റെ ബ്രഷും കൊടുത്ത് ആ സമയത്തിനുള്ളിൽ ഞാനൊരു ദോശയും ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ദോശയ്ക്ക് ഒഴിച്ച് പരത്തി അതെടുത്തതിന് ശേഷം ഞാൻ അവൻ്റെ പല്ല് തേപ്പിച്ചിട്ട് ഞങ്ങൾ ഈ ദോശ കഴിക്കുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ദോശയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ പല്ലൊക്കെ തേച്ചതിന് ശേഷം ഞങ്ങൾക്ക് ദോശയൊക്കെ കൂട്ടി കഴിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ മോർണിംഗ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദോശയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ.